സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. എല്ലാ ഷാലോം പ്രേക്ഷകർക്കും മന്നയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദണ്ഡവിമോചനത്തെക്കുറിച്ചാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷ നയിക്കുന്ന ഞങ്ങളിലേക്കും ശ്രവിക്കുന്നവരിലേക്കും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും പരിശുദ്ധാത്മാവെ അഭിഷേകമായി, സ്നേഹമായി, ശക്തിയായി, ജ്ഞാനമായി കടന്നു വന്നുകൊണ്ട് ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ ചിന്ത ദണ്ഡവിമോചനം എങ്ങനെ നേടാം, അതിനുവേണ്ടി നാം എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദണ്ഡവിമോചനം എന്നാൽ എന്ത്? നമ്മൾ ദണ്ഡവിമോചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സഭയുടെ ഒരു ഔദ്യോഗികമായ ഒരു പ്രബോധനമാണത്. മാനുഷികമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും ഉൾക്കൊണ്ടാലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവികമായ വിശ്വാസത്തോടെ ചിന്തിച്ചാലും ഉൾക്കൊണ്ടാലും മാത്രമേ ദണ്ഡവിമോചനത്തിൻ്റെ ആന്തരികമായ അർത്ഥങ്ങളും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ കുമ്പസാരത്തിലൂടെ മോചനം ലഭിച്ചിട്ടുള്ള പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നും ഒരു വ്യക്തിക്ക് സഭയിൽ നിന്നും ക്രിസ്തു പരമേൽപ്പിച്ച പുണ്യത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്നും അല്ലെങ്കിൽ പുണ്യത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ യോഗ്യതയാൽ ലഭിക്കുന്ന പൂർണ്ണമായോ ഭാഗികവുമായോ ഇളവുകളാണ് ദണ്ഡവിമോചനങ്ങൾ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ സംഭവമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ, ഒരു കൊച്ചു കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ ജനാല ചില്ല പൊട്ടിപ്പോയി. ആ കുഞ്ഞ് ഓടി വന്ന് പിതാവിൻ്റെ അടുത്ത് മാപ്പ് ചോദിച്ചു. പിതാവേ, ഞാൻ അറിയാതെ പന്ത് അടിച്ചു പോയി, ചില്ല് പൊട്ടിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ആ പിതാവിനോട് അഭ്യർത്ഥിക്കുകയാണ്. പിതാവ് ക്ഷമ കൊടുക്കുന്നു. പക്ഷേ ആ ക്ഷമ കൊടുത്തെങ്കിലും ആ ജനാലിൻ്റെ ചില്ല് പൊട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ചില്ല് മാറ്റാതെ അവിടെ അതിന് പരിഹാരമാകുന്നില്ല.
അപ്പോൾ ആ കുഞ്ഞ് ചിന്തിക്കുകയാണ്, അപ്പോൾ ചില്ല് മാറ്റുവാനായിട്ട് അല്ലെങ്കിൽ വാങ്ങിക്കുവാനായിട്ട് ആ കുഞ്ഞിൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. അതെടുത്ത് പിതാവിനെ ഏൽപ്പിക്കുന്നു. പിതാവ് തൻ്റെ ദയാൽ, തൻ്റെ കരുണയാൽ പിതാവിൻ്റെ കയ്യിലുള്ള പൈസ എടുത്ത് ഈ കുട്ടിയുടെ പൈസ എടുത്ത് ഒരു ചില്ല് വാങ്ങിച്ച് ചില്ല് മാറ്റുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കുമ്പസാരത്തിലൂടെ നമ്മൾ ചെയ്ത പാപത്തിന് ദൈവം മാപ്പ് തരുന്നു. അതാണ് ആ പിതാവ് കുഞ്ഞിന് കൊടുത്ത മാപ്പ്. പിന്നെ ആ കുഞ്ഞ് തൻ്റെ കയ്യിലുണ്ടായ പൈസ എടുത്ത് ചില്ല് വാങ്ങിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതാണ് താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള ഒരു ഇളവ്. അതുതന്നെയാണ് പിതാവായ ദൈവം തൻ്റെ പുണ്യത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് ഈ ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വലിയ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ദണ്ഡവിമോചനമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ദണ്ഡവിമോചനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായി. എന്നാൽ ദണ്ഡവിമോചനത്തിൻ്റെ ആരംഭം എവിടെ നിന്നായിരുന്നു? ആദിമസഭയിൽ രോഗാവസ്ഥയിൽ ഉള്ളവരുടെയും രക്തസാക്ഷിത്വം വഹിച്ചിരുന്നവരുടെയും പാപങ്ങൾക്ക് പരിഹാരമന്വേഷിക്കുവാൻ മറ്റു വിശ്വാസികളെ ചുമതലപ്പെടുത്തുവാനുള്ള അധികാരം കുമ്പസാരക്കാരന് നൽകിയിരുന്നു. ഇതാണ് ദണ്ഡവിമോചനത്തിൻ്റെ ആരംഭം. 517 എബാവോൽ കൗൺസിൽ കുമ്പസാരത്തിലെ കഠിനമായ പ്രായശ്ചിത്ത കർമ്മങ്ങൾക്ക് പകരമായി ലഘുവായ വഴികൾ, അതായത് പ്രാർത്ഥനകൾ, ദാനധർമ്മങ്ങൾ എന്നിവ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ 10-ാം നൂറ്റാണ്ട് വരെ കുമ്പസാരത്തിൽ ലഭിക്കുന്ന പ്രായശ്ചിത്ത പ്രവർത്തികളുടെ ഗണത്തിലാണ് ദണ്ഡവിമോചനങ്ങളെ മനസ്സിലാക്കിയിരുന്നത്. 1095 ഉർബാൻ രണ്ടാമൻ മാർപ്പാപ്പ കുരിശു യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് പൂർണ്ണമായ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചു. അന്നു മുതലാണ് പൊതുവായ ദണ്ഡവിമോചനം പ്രാവർത്തികമാക്കി വന്നത്. പിന്നീട് ബെനഡിക്റ്റ് 15 മാർപ്പാപ്പ 1915 മുതൽ ദണ്ഡവിമോചന കാര്യാലയത്തെ കുമ്പസാര കാര്യാലയത്തിന് കീഴിലാക്കിയതോടെ ദണ്ഡവിമോചനം അതിൻ്റെ യഥാർത്ഥത്തിലേക്ക് വന്നു നമുക്ക് പറയാൻ സാധിക്കും. ഈ ദണ്ഡവിമോചനത്തിൻ്റെ ആന്തരികമായ അർത്ഥം എന്ന് പറഞ്ഞാൽ ദയവ് കാണിക്കുക അല്ലെങ്കിൽ ഇളവ് നൽകുക എന്നാണ്. ദൈവശാസ്ത്രപരമായ തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കാരുണ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദണ്ഡവിമോചനങ്ങൾ സഭയുടെ വിശ്വാസ സത്യത്തിൻ്റെ ഭാഗമാണത്. പാപത്തോടുള്ള മനുഷ്യപ്രകൃതിയുടെ ആസക്തിയെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന ഭക്തകൃത്യങ്ങളും പരിത്യാഗ പ്രവർത്തികളും അനുഷ്ഠിക്കുവാൻ വിശ്വാസികളെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഭ ദണ്ഡവിമോചനങ്ങൾ നൽകുന്നത്. ദണ്ഡവിമോചനത്തിൻ്റെ അടിസ്ഥാനം എന്തെന്ന് പറഞ്ഞാൽ ക്രിസ്തു സഭയെ ഭരമേൽപ്പിച്ച വരപ്രസാദ പൂർണ്ണതയാണ്. സഭ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ വിശ്വാസികൾക്ക് തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പുണ്യ ഭണ്ഡാരത്തിൽ നിന്ന് നൽകുന്ന അനുഗ്രഹമാണ് ദണ്ഡവിമോചനങ്ങൾ. ശുദ്ധീകരണാത്മാക്കൾക്ക് സമരസഭയുടെയും വിജയസഭയുടെയും മധ്യസ്ഥം വഴിയാണ് ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ എന്താണ് ദണ്ഡവിമോചനത്തെക്കുറിച്ച് സഭയുടെ പ്രബോധനങ്ങൾ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1471 പാരഗ്രാഫിൽ എന്താണ് ദണ്ഡവിമോചനമെന്ന് കത്തോലിക്ക സഭ നമ്മളെല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണത്: അപരാധ വിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്നും ദൈവ തിരുമുമ്പാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം. നിർദ്ദിഷ്ടമായ ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തക്ക മനോഭാവമുള്ള ക്രിസ്തീയ വിശ്വാസി അത് നേടിയെടുക്കുന്നു. വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷ എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും പരിഹാര കർമ്മങ്ങളുടെ നിക്ഷേപത്തെ അധികാരത്തോടെ വിതരണം ചെയ്യുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസി ദണ്ഡവിമോചനം പ്രാപിക്കുന്നത്. പിന്നെ സഭയുടെ മറ്റ് ചില പ്രബോധനങ്ങളെന്ന് പറയുന്നത് 1343 ക്ലമൻ്റ് 6 മാർപ്പാപ്പ ക്രിസ്തു സഭയെ ഭരമേൽപ്പിച്ചതും വിശുദ്ധർ തങ്ങളുടെ മാതൃകാപരമായ ജീവിതം കൊണ്ടും പരിപോഷിച്ചതുമായ
പുണ്യത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ യോഗ്യതയാൽ വ്യക്തികൾക്ക് താൽക്കാലിക ശിക്ഷയിൽ നിന്ന് വിടുതൽ നൽകുവാൻ സഭയ്ക്ക് അധികാരമുണ്ടെന്ന് ഈ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. പിന്നീടാണ് 1418 മാർട്ടിൻ 5 മാർപ്പാപ്പ അനുദപിച്ച് പാപമോചനം നേടിയ വിശ്വാസികൾക്ക് നിശ്ചിതമായ പ്രാർത്ഥനകളുടെയും പുണ്യപ്രവൃത്തികളുടെയും ഫലമായി ദണ്ഡവിമോചനം പ്രാപിക്കുവാനുള്ള മാർഗങ്ങൾ പ്രഖ്യാപിക്കുവാൻ സഭയുടെ പുണ്യഭണ്ഡാരത്തിൻ്റെ കാര്യവിചാരിപ്പുകാരനായ മാർപ്പാപ്പയ്ക്ക് അധികാരമുണ്ടെന്ന് മാർട്ടിൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. പിന്നീട് സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 2-ാം വത്തിക്കാൻ കൗൺസിലാണ് പറയുന്നത്. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രബോധനങ്ങളുടെ വെളിച്ചത്തിൽ 1967 പോൾ 6 മാർപ്പാപ്പ ദണ്ഡവിമോചനത്തെക്കുറിച്ചുള്ള സഭയുടെ ഏറ്റവും ആധികാരികമായ പഠനം നൽകുകയുണ്ടായി. അപ്പോൾ ദണ്ഡവിമോചനത്തെക്കുറിച്ച് പല മാർപ്പാപ്പയിലൂടെയും സഭാചരിത്രത്തിലൂടെയും ഒത്തിരി കാര്യങ്ങൾ സഭയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ പൂർണ്ണവും ഭാഗികവുമായി ദണ്ഡവിമോചനത്തെപ്പറ്റി സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ പാപാവസ്ഥ മൂലമുണ്ടായ താൽക്കാലിക ശിക്ഷയെ പൂർണ്ണമായും എടുത്തു നീക്കുന്ന ദണ്ഡവിമോചനത്തെ പൂർണ്ണ ദണ്ഡവിമോചനമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഭാഗികമായ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ താൽക്കാലിക ശിക്ഷയെ ഭാഗികമായി പരിഹരിക്കുന്നവയെ ഭാഗിക ദണ്ഡവിമോചനം എന്ന് പറയുന്നു. എന്നാൽ ഈ ദണ്ഡവിമോചനം, പ്രത്യേകിച്ച് ഭാഗികമായ ദണ്ഡവിമോചനം ലഭിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് സഭ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ദൈവവിചാരത്തോടെയുള്ള ജീവിതം, ദൈവത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു പ്രത്യാശയോടുള്ള ജീവിതം ആണ് ഒന്നാമത്തെ കാര്യം. പിന്നെ സന്തോഷകരവും സുഖപ്രദവുമായ പ്രവൃത്തികളിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുക. വലിയ ആഘോഷങ്ങളിൽ നിന്നും മറ്റുള്ള ലോകത്തിൻ്റെതായ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നും മനഃപൂർവ്വം മാറി നിൽക്കുക. പിന്നെ പറയുന്നത് വിശ്വാസത്തിന് പരസ്യമായി സാക്ഷ്യം നൽകുക. നമ്മുടെ കുടുംബത്തിലും ജോലി സ്ഥലത്തും ക്രിസ്തുവിനെ നമ്മുടെ സംസാരത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും പ്രഘോഷത്തിലൂടെയും സാക്ഷ്യം നൽകുന്നതിലൂടെ നമുക്ക് ഭാഗികമായ ദണ്ഡവിമോചനം ലഭിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പൂർണ്ണമായ ദണ്ഡവിമോചനം ലഭിക്കുവാനായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ, ചില കർമ്മങ്ങൾ ഇങ്ങനെയാണ്. ദിവ്യകാരുണ്യനാഥനെ പരിശുദ്ധ കുർബാനയിൽ അരമണിക്കൂറിൽ കുറയാതെ ആരാധിക്കുക. അപ്പോൾ ദിവ്യകാരുണ്യ ചാപ്പലിൽ പോയിരുന്ന് ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും നമ്മൾ പൂർണ്ണ ദണ്ഡവിമോചനം നേടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവിടെ നമുക്ക് ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് സഭ പഠിപ്പിക്കുക. വീണ്ടും ഭക്തിപൂർവം അരമണിക്കൂറിൽ കുറയാതെ ദൈവവചനം വായിക്കുക. ദൈവവചനം വായിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കുന്നത്. ഇന്ന് പലരും ദൈവവചനം വായിക്കുവാൻ സമയം കണ്ടെത്താറില്ല. അപ്പം ഞാനൊരു ദിവസം ദൈവവചനം വായിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന് എന്നോട് വ്യക്തിപരമായി സംസാരിക്കാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാം. അപ്പോൾ സഭ പഠിപ്പിക്കുന്നത് അരമണിക്കൂറിൽ കുറയാതെ വചനം വായിച്ചാൽ അത് ദണ്ഡവിമോചനത്തിലേക്ക് നയിക്കുമെന്ന സഭ പഠിപ്പിക്കുന്നത്. വീണ്ടും കുരിശിൻ്റെ വഴി ഭക്തിയോടെ അനുഷ്ഠിക്കുക. പിന്നെ ഭക്തിപൂർവം ജപമാല ചൊല്ലുന്നത്, സഭയുടെ കാനൂനിക നമസ്കാരങ്ങൾ ചൊല്ലുന്നത്, 3 ദിവസത്തിൽ കുറയാതെ ധ്യാനങ്ങളിൽ സംബന്ധിക്കുന്നത്. ഇത് കുറച്ച് കാര്യങ്ങൾ മാത്രം. ഇവയെല്ലാം ചെയ്താൽ പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ ഒരു വ്യക്തി ദണ്ഡവിമോചനം ലഭിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്നത് എങ്ങനെ? ദണ്ഡവിമോചനം നേടുന്നതിന് വേണ്ടി ഒരു വ്യക്തിക്ക് പ്രധാനമായി വേണ്ടത് കൃപാവര അവസ്ഥയിലായിരിക്കണം. പിന്നെ ആ വ്യക്തിക്ക് മനസ്സിനകത്ത് ഒരു ആഗ്രഹം വേണം, എനിക്ക് ദണ്ഡവിമോചനം നേടണം. ഒരു ആഗ്രഹം, ഒരു ദാഹം, അതാണ് ദൈവം നോക്കുന്നത്. പിന്നെ വേണ്ടത് കുമ്പസാര കുദാശയിലൂടെ അനുദപിച്ച്, കുമ്പസാരം ഒരു ചടങ്ങായി മാറാതെ അനുദപിച്ച് കുമ്പസാരത്തിലൂടെ പരിപൂർണമായ പാപമോചനം ലഭിച്ചുകൊണ്ട് വിശുകുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ള വലിയൊരു ഒരുക്കമാണത്.
പിന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഭക്താനുഷ്ഠാനങ്ങൾ, സഭ ഒത്തിരി പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്, ഭക്താനുഷ്ഠാനങ്ങൾ. അവയെല്ലാം നമ്മൾ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ നമുക്ക് ഈ ദണ്ഡവിമോചനത്തിൻ്റെ അവസ്ഥ നമുക്ക് ലഭിക്കുകയാണ്. അതുപോലെ മാർപ്പാപ്പയുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്കുള്ള ദേവാലയങ്ങളിലൊക്കെ ജപമാല ചൊല്ലുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ മാർപ്പാപ്പയുടെ പൊതു നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജപമാലയിലും പൊതു പ്രാർത്ഥനകളിലും മാർപ്പാപ്പയുടെ പൊതുവായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുന്നതാണ്. ദണ്ഡവിമോചനം കുമ്പസാരത്തിന് പകരമാകുമോ? ദണ്ഡവിമോചനത്തിലൂടെ പാപമോചനം ലഭിക്കുമെന്ന് സഭ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുമല്ല, ദണ്ഡവിമോചനം ഒരിക്കലും കുമ്പസാരത്തിന് പകരവുമല്ല. ദണ്ഡവിമോചനത്തിലൂടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുമല്ല, ദണ്ഡവിമോചനങ്ങളുടെ മാത്രം യോഗ്യതയാൽ ആർക്കും സ്വർഗപ്രാപ്തി ലഭിക്കുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്വർഗപ്രാപ്തിക്ക് നിത്യശിക്ഷയിൽ നിന്നുള്ള വിടുതൽ അനിവാര്യമാണ്. അപ്പോൾ കുമ്പസാരത്തിലൂടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട ഒരാളുടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് ദണ്ഡവിമോചനം. എൻ്റെ സുഹൃത്തിനോ എൻ്റെ സഹോദരങ്ങൾക്കോ വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർക്ക് ദണ്ഡവിമോചനം ലഭിക്കുമോ? സഭയുടെ പ്രബോധനമനുസരിച്ച് ദണ്ഡവിമോചനം എനിക്കും മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ലഭിക്കുള്ളൂ. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലും ദണ്ഡവിമോചനം നേടിക്കൊടുക്കുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ബ്രദറുമായി സംസാരിച്ചപ്പോൾ എന്താണ് ദണ്ഡവിമോചനം എന്നതിനെപ്പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ വീണ്ടും എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച കരുണയുടെ വർഷം ഞാനും എൻ്റെ കുറേ കൂട്ടുകാരുമായി കരുണവർഷത്തിൽ അനേകം ചർച്ചുകളിൽ പോയ ഒരു അനുഭവം ഞാൻ ബ്രദറുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോഴും ഞാൻ UAE-യിലെ എല്ലാ ചർച്ചുകളിലും എല്ലാ പള്ളികളിലും പോയപ്പോൾ മിക്കയിടങ്ങളിലും മാസ് നടക്കുകയായിരുന്നു. അവിടെ ഞാൻ പ്രത്യേകമായിട്ട് എൻ്റെ അപ്പന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ അവിടെ ആരാധന ചാപ്പലുകളുണ്ടായിരുന്നു. അവിടെയും പോയിരുന്നുകൊണ്ട് മുട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പന് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ അപ്പന് വേണ്ടിയിട്ടും ഒത്തിരി സഹോദരങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഇതെല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്നു. പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കാണുകയാണ്. എൻ്റെ അപ്പൻ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കാണുകയാണ്. ഞാൻ അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് എൻ്റെ അപ്പൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട്, അടുത്ത് എൻ്റെ ബ്രദർ നിൽക്കുകയായിരുന്നു, ബ്രദറിനെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് ഉമ്മ വയ്ക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ അപ്പന് ആ സ്വർഗഭാഗ്യം ലഭിച്ചുവെന്ന്. നാം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പേരൻസ് ആയിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളായിരിക്കാം. നാം മനസ്സ് തുറന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ കരുണ അവരിൽ വർഷിക്കുമെന്നും അവരെ ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് അവരെ എടുക്കുമെന്നുള്ള ബോധ്യം എനിക്ക് മനസ്സിലാക്കി തന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്കും ആത്മാർത്ഥമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കർത്താവിൻ്റെ കരുണ ആ ശുദ്ധീകരണത്തിന് വേനപ്പെടുന്ന എല്ലാ ആത്മാക്കളുടെ മേലും വർഷിക്കും. കർത്താവ് ആഗ്രഹിക്കുന്നതൊന്നു മാത്രം, ബ്രദർ പറഞ്ഞതുപോലെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ തന്നെ നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. ഏതവസ്ഥയിലാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ ആ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്നു നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവ്വ മനസ്സോടും കൂടി എൻ്റെ സന്നിധിയിൽ കടന്നു വരിക എന്ന്. ഇതാണ് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും
ഇന്ന് ദണ്ഡവിമോചനം എന്ന വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് എല്ലാ മരിച്ച വിശ്വാസികളായ ആത്മാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളോട് ഓരോരുത്തരോടും അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഇത്ര നേരം ശ്രവിച്ച ദണ്ഡവിമോചനത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളും അറിവുകളും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ ദണ്ഡവിമോചനം ലഭിക്കുവാനായിട്ട് നമുക്കും അല്ലെങ്കിൽ എനിക്കും മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയും നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്താം. ഇതിലൂടെ എൻ്റെ വ്യക്തിപരമായ വിശുദ്ധീകരണവും ഞാൻ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ എൻ്റെ കുടുംബവും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. എൻ്റെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ എൻ്റെ ഇടവക, അങ്ങനെ ലോകം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടുന്നൊരു പ്രക്രിയയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ വിശ്വാസത്തോടെ, ആ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹീശോയെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ദൈവികമായ കുറേ ബോധ്യങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ കർത്താവേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഞങ്ങൾക്കും മരിച്ചുപോയ ആത്മാക്കൾക്കും ദണ്ഡവിമോചനം ലഭിക്കുവാനായിട്ട് ഇനി മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നുള്ള തീരുമാനമായിട്ട് ഈശോയെ ഞങ്ങളെ തന്നെ അങ്ങയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, ഈശോ, മറിയം, ഔസേപ്പെ, എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. El Shaddai
കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന